സൂര്യബോധത്തിന്റെ ശരിക്കുള്ള നല്ല കോച്ചാണ്. ഒരു വണ്ടി നിറച്ച് പെണ്ണുങ്ങൾ വരുന്നു അതുപോലെ. ഹലോ കുട്ടി, ഈ വണ്ടി കിട്ടും. ഞങ്ങൾ ഇങ്ങനെ കുറച്ച് ഒന്ന് രണ്ട് കാര്യം സ്കൂളിൽ മോനും നിന്റെ നാട്ടിലുള്ള ഭാര്യയും രണ്ടുപേരും കോമ്പോ ആയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെയാണല്ലേ മിയ? അങ്ങനെയാണോ? അങ്ങനെയാണല്ലേ? സർനെയിം മിയയുടെ ബാക്കി പേരെന്താ? ബാക്കി മിയാന്ന് മാത്രമേ ഉള്ളോ? അച്ഛനാ? അല്ല ബൈ ദ വേ മിയ ചന്ദ്രന്റെ കല്യാണം നടത്തി കൊടുത്ത് മാസോണ്ണാട്ടോ. അല്ല അണ്ണ അത് പറയണല്ലോ. പിന്നെ കൊച്ചിനെ ഞാൻ തന്നെയാണ്. എല്ലാത്തിനും ഞാൻ തന്നെ. എല്ലാ മെയിൻ നമ്മുടെ തന്നെയാണ് എല്ലാ ലാസ്റ്റെല്ലാം വരുന്നത്. പരിചയപ്പെട്ടില്ല എവിടെ അണ്ണനെ അത് ഓർമ്മ കാണത്തില്ല. സോറി, ആൾക്കാർ ഒരു ദിവസം കാണുന്നേ. അതായത് നമ്മള് ഒരു തിരുവനന്തപുരം ഭാഷ പറഞ്ഞ് പരിചയപ്പെട്ടതല്ലേ? അതല്ല അത് നദാശയാണ്. നദാശയാണ്. ആ ശരി. അല്ല ഈ മിയ എവിടെ വെച്ച് പരിചയപ്പെട്ട്? ടിവിയുടെ ഗാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ വെച്ച് അപ്പാപ്പനൊക്കെ ഉണ്ടായിരുന്നു. കൂടെ അന്ന് മറ്റേ നമ്മള് യുദ്ധത്തിന് വന്നപ്പോ സാവേജ് ആരോ മറ്റേ CP നമ്മള് റോഡിട്ട് അടിച്ചില്ലേ? മനസ്സിലായി. നമുക്ക് നമ്മളൊരു അടിയിലായോണ്ട് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഗ്യാങ്ങിൽ എടുത്തിട്ട് അടിക്കണോണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. അന്നാണെ ചന്ദ്രനെ അവര് കൊണ്ട് കക്കൂസ് കഴിപ്പിക്കുന്ന വക്കിൽ എത്തിച്ചു. അപ്പൊ പിന്നെ നമ്മൾ പെട്ടെന്ന് അർജന്റായിട്ട് അവിടെ പോകേണ്ട വന്നു. അതുകൊണ്ട് അധികം സംസാരിക്കാൻ പറ്റില്ല. അതെ വക്കിലെത്തിന്ന് പറഞ്ഞ നമ്മള് കഴിക്കേണ്ടതില്ല. അതിന് ഒരാൾ കെവിനെ കഴിപ്പിച്ചേ. കെവിൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവൻ വേറെ ആരാണ്? ഇതേ മാസം അണ്ണന്റെ മോള് ഞാൻ എന്റെ മോളെ പോലെ കാണുന്ന ഒരു കുട്ടിയാണ്. ഇത് ഞാൻ മോളെ പോലെ കാണുന്നത്. പക്ഷെ ചന്ദ്രൻ അങ്ങനല്ല. ചന്ദ്രൻ തമിഴ്നാട്ടില് ഉണ്ടാക്കിയ സൂര്യബോസ്. ഞങ്ങളിങ്ങനെ അനാഥരായോണ്ടേ നമുക്ക് ഇങ്ങനെ അനാഥ പിള്ളേരെ ഇങ്ങനെ അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും. അത് അളിയൻ തന്നെ അച്ചില് വാർത്ത തന്നെ. സത്യം പറഞ്ഞ അവന്റെ ശരിക്കും നന്നായി കോച്ചാണ്. സൂര്യബോധത്തിന്റെ ശരിക്കുള്ള നല്ല കോച്ചാണ്. കറക്റ്റല്ലേ? തമിഴ് എല്ലാം കൊണ്ടും. ഹലോ മോളെ, അയ്യോ വേറെ നമുക്ക് വേറെ എവിടെയും കുറച്ച് മാറിപ്പോയി എവിടെയെങ്കിലും കാണാം. എന്നാ അങ്ങോട്ട് വരാൻ പറ. ആരും ഇല്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലം നോക്കിട്ട് വാ. എന്നാ വാ, നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് വരാൻ പറ. ഗർഭിണിയായിരിക്കുമ്പോഴേ അപ്പൊ തമിഴ് കേൾക്കണ്ടേ? എന്നാലല്ലേ കൊച്ചിന് തമിഴ് മനസ്സിലാകത്തുള്ളൂ. പിന്നെ ഗർഭിണിയായിട്ടിരിക്കുമ്പോഴൊന്നും കേൾക്കണ്ട. നമ്മൾ പറയണ കാര്യങ്ങൾ കേട്ടാണ് പഠിക്കണം. ഗർഭിണിയായിട്ടിരിക്കുമ്പോഴൊന്നും ലാംഗ്വേജ് ഒന്നും പഠിക്കാൻ പറ്റൂല. ചന്ദ്രൻ തമിഴ് പറയത്തില്ലല്ലോ, പിന്നെ എങ്ങനെ കൊച്ചു തമിഴ് പഠിച്ച്? എടാ അത് ഏതോ പാണ്ടിക്കാരിയെ എടുത്തിട്ട് പോയതാണ്, മനസ്സിലായ? ഇവൻ തമിഴ്നാടൊക്കെ ട്രാവൽ ചെയ്ത് ഒരു സമയത്ത് ഇവന് വണ്ടി എടുത്ത് കറങ്ങൽ മാത്രമായിരുന്നു ഇവന്റെ പരിപാടി. ആ സമയത്ത് ഉണ്ടായതാണ് അത്, മനസ്സിലായ? അല്ലാതെ സോളോ ട്രിപ്പ് ചന്ദ്രൻ മലയെല്ലാം കേറിയിട്ട് അതിന്റെ ഉള്ള ഇതല്ല. അതെടുക്കാൻ പോകണം. അണ്ണാ ഒറ്റയ്ക്ക് പോവോ ഇവമ്മ? എടാ എന്റെ ഒരു പ്രത്യേകത ഞാൻ പറയട്ടെടാ. എന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ലാസ്റ്റ് ഇംപ്രഷൻ ആയ
ആ ഇംപ്രഷനൊക്കെ കുറച്ച് നാൾക്ക് മുമ്പേ എനിക്കുണ്ടായിരുന്നു മനസ്സിലായേ. എന്തായാലും ചിരിക്കണേ, തിരിച്ച് വീഡിയോ കട്ട് ചെയ്യാൻ പറഞ്ഞു വിടുവേ. ഒരു സിനിമ എടുത്ത് തല വെച്ചേരും, ഞാൻ പറഞ്ഞേക്കാം. പറയണതേ അണ്ണാ അവൻ എന്റെ അടുത്തൊരു കാര്യം പറഞ്ഞിപ്പം. എന്ത് പറഞ്ഞു? എന്റെ കൺസൈൻമെന്റ് ആൾക്കാരെ വെയിറ്റ് ചെയ്യുന്നു, നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. ചന്ദ്ര കൺസൈൻമെന്റ് ആൾക്കാരെ വെയിറ്റ് ചെയ്യുന്നത്, ഞാൻ അങ്ങോട്ടൊന്ന് പോയിട്ട് വരാമേ. അണ്ണം പോയിട്ട് വേണം, ധൈര്യമായിട്ട് പോയിട്ട് എൻജോയ് ചെയ്തിരിക്കണ ഇവിടെ. കോച്ച് അതിന്റെ ഇടയിൽ നമ്പർ കൊടുക്കാൻ തുടങ്ങി. ഇയാൾക്ക് ഇത് സിറ്റി കയറ പെമ്പിള്ളാർക്ക് നമ്പർ കൊടുക്കാൻ പോവുക. സിറ്റി കയറ പെമ്പിള്ളാർക്ക് നമ്പർ കൊടുക്കാൻ തിരക്കറ കേറി കേറ്. ഓടിച്ചോ താര പറയുവാണേ അണ്ണൻ തൂക്കടാ. മോളെ കേറ്. എന്റെ മോളെ വാ. ഇതിനൊക്കെ S24 അൾട്രാ വേറെ എന്തൊക്കെ വേണം കയ്യില്. അതെന്താ റോക്കറ്റാ? ഈ കൊച്ചു പിള്ളേർക്കൊക്കെ ഫോൺ മേടിച്ചു കൊടുത്തതാണ് പ്രശ്നങ്ങള്. ഒരു സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ടാ? സത്യം ഇവക്കൊരു എലക്ഷൻ വന്ന് കേറാ. ദേ ഉണ്ട്രാ എന്താ കളിക്കോ? നീ അങ്ങനെ സ്പേസ് ഇല്ലെന്ന് മണ്ടൻ. എന്റെ ഇതിനകത്ത് ഗൂക്ക് എന്റെ പുറത്തോട്ട് ഇരിക്കുവായിരുന്നു. മോളെ എങ്ങോട്ടാ പോണ്ടേ? പാലത്തിന്റെ അടിയിലുള്ള ആളെ കാണാനാണോ പോകുന്നത് നമ്മള്? അണ്ണ ഇത് ശരിയാവത്തില്ല കേട്ടോ. ഞാൻ ഒരു കാര്യം പറഞ്ഞു, നിങ്ങളുടെ അടുത്തല്ല വണ്ടിക്കകത്തിരിക്കുന്ന എല്ലാവരും ഓ പറഞ്ഞു. ഈ ചന്ദ്രൻ കറങ്ങി തിരിഞ്ഞ് എങ്ങനെയായാലും അവൻ എന്ന് പറഞ്ഞാ എനിക്ക് പെണ്ണ് കിട്ടും, അവന് പെണ്ണാവാം, എനിക്ക് പെണ്ണാവാൻ പറ്റത്തില്ല. അങ്ങനത്തെ രീതിയിൽ നക്കി നടക്കണ ഒരുത്തനാ, മനസ്സിലായ? അവൻ എല്ലാത്തിലും കീറി തലയിടും ആ പട്ടി. അതുകൊണ്ടാണ് ഞാൻ അവനെ കൂട്ടാഞ്ഞത്. കോഹ്ലിയുടെ ശരിയാ, പക്ഷെ അവൻ അങ്ങനത്തെ ഒരു നാറിയാണ് അവൻ. സത്യം നമ്മളെങ്ങനെ മോതിരം എന്താ ഈ കാണാൻ വന്ന കുട്ടിയുടെ പേരെന്താ? അയ്യോ ഒരുത്തൻ പറഞ്ഞു ഒരു രണ്ടുപേര് ചത്തിട്ടുണ്ടേ. ആ ഇല്ല സേഫാ. ഓ കോച്ചതോ ആദ്യം തന്നെ ഇപ്പൊ ഉണ്ട്. ഇപ്പോഴും അറിഞ്ഞിട്ടില്ല വണ്ടിന്ന് പോയത്. അണ്ണ വണ്ടി ഓടിക്കുമ്പോ നോക്കി ഓടിക്കണം. നമ്മള് ബൈക്കൊക്കെ ഓടിക്കുമ്പോ വന്ന് ഇടിച്ചതല്ലേടാ. അതല്ല നമ്മള് ബൈക്കൊക്കെ ഓടിക്കുമ്പോ കണ്ടിട്ടില്ലേ, ഒരു സൈഡിക്ക് കന ഉണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകുന്നത്, അതുപോലെ പോണം. നിനക്ക് അറിഞ്ഞൂടെ എക്സ്ലാൻഡിസിലെ ബെസ്റ്റ് ഡ്രൈവർ ആരാന്ന്? ആരാ മോളെ എവിടാണ് അണ്ണാ പാലം പുറയിലല്ലേ? ഈ സുമതി വളവന്റെ ആ പാലമാണോ? ഇവിടെ താഴെ ഇറങ്ങണോ മോളെ? പാലമാണല്ലോ മൊത്തം. പാലത്തിന്റെ അടിയിലുള്ള ആളെ കാണാൻ വേണ്ടിട്ട് പോകുന്നത്. ഈ കാണാൻ വന്ന ആളുടെ പേരെന്താ മീനോട്ടി? ഈ കാണാൻ പോകുന്ന ആളുടെ ഫ്രണ്ടിലെ ബാക്കിലായിട്ട് വല്ല നാട്ടുപേര് അങ്ങനത്തെ വല്ല പേരുകളൊക്കെ ഉണ്ടോ? ഹാപ്പി ബർത്ത്ഡേ അയച്ചേക്കുന്ന ഒരു വിജയ് വടുതല വത്സല അങ്ങനെ വല്ലതും. അയ്യേ താങ്ക് യു. എന്ത് പറ്റി? വണ്ടി അല്ലല്ല, നമ്മുടെ പഴയ PA ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്ത് അയച്ചേക്കുന്നു. കൺമണിയാ കൺമണി കൺമണി ഗ്യാമോസി വന്നായിരുന്നു. ഇലത്തടിപ്പിക്കരുത് അവളെ. എന്തോ വണ്ടി മേടിച്ചു കൊടുക്കണം, വണ്ടി ഫാക്ടറി പോണെങ്കിൽ. മേടിച്ചു കൊടുക്കാൻ ചാരി വണ്ടി നടന്നു പോണം, ബസ്സിന് പോണല്ലേ? അതെ. കൺസൈൻമെന്റ് പോയിക്കൊണ്ടിരിക്കുന്ന കൺസൈൻമെന്റ് ഡീലിങ്ങിന് ടെക്നോ പാർക്ക് ഗ്യാങ്ങോസ് ഒന്നുമില്ല. പിന്നെ അത് ഗ്യാങ്ങോസ് ആണോ ഇത്? പാർക്ക് അകത്ത് നോക്കുന്നോ? ഇത് ഗ്യാങ്ങോസ് ആണോ? കൊള്ളാല്ലേ? കണ്ട് കയറാം. കേറ് അങ്ങോട്ട്, ആര് ചോദിക്കുന്നു? നമ്മളന്ന് കേറിയായിരുന്നു. പിന്നെ കേറാ, നിന്റെ കുടുംബസ്വത്വം കൂട്ടാ പറയണേ. ഇതല്ലേ സുമതി ഓൾ ഇന്ത്യൻസ് ആർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അല്ലേ? കുഴപ്പമില്ലല്ലോ.
ഇവിടെ ഇതാണ് പാലം. അതെ അതെ അതെ. ഇത് വത്സല തന്നെ, നമുക്ക് മനസ്സിലാവല്ലോ. എനിക്ക് ഈ വത്സലയോടെ എന്താ ഇത്ര ഡീലിങ്? എന്തല്ലോ ഈ ഡീലിംഗ് പാലത്തിന്റെ അടിയിലൊക്കെ ഇങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടില്ലേ? നീ കേട്ടിട്ടില്ലേ? വടുതല വത്സല. ചേസ് വാസമാണ്. എടാ ദോ ഇതല്ല രണ്ട് ഒരു വണ്ടി നിറച്ച് പെണ്ണുങ്ങൾ വരുന്നു. അതുപോലെ ഉയ്യോ. ഹലോ കുട്ടി മീൻ ഓ, ഓ, ഹലോ. ഓ, ഈ വണ്ടി ഈ വണ്ടി പുറകിൽ കിടക്കുന്നതുകൊണ്ട് ആദ്യം കറക്കണം. കറക്കണ വേഗം. ആണോ? ആ ചേച്ചിയോട് നിർത്താൻ പറ. നമ്മൾ അപ്പൊ പിന്നെ എന്തായാലും 4 മണിക്ക് സ്കൂൾ വിടും. ഇപ്പഴേ മതില് ചാടണം. പയ്യെ പോവാം. ബെല്ല പോയാ മതി. അതെ. നമുക്കൊരു ഇത് നമുക്ക് ധൃതിയില്ലല്ലോ. സത്യം. ആ ഹോണടി ഇച്ചിരി മാസം ഹോണെന്ന് അടിച്ചാ. നമ്മളെ മിയനെ പ്രപ്പോസ് ചെയ്തായിരുന്നോ? എന്തോന്ന് ഇത്? എടാ